നമസ്കാരം. ഇന്നലത്തെ ബഡ്ജറ്റ് അവതരണവുമായിട്ട് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരണമായിരുന്നു ഇന്നലെ നടന്നത്. ഒരു ചെറിയ കാര്യങ്ങളും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. കാര്യം ഞാൻ നിങ്ങൾ അടങ്ങുന്ന ഒരു ജനസമൂഹം രാവു പകലില്ലാതെ അധ്വാനിക്കുന്നതിന്റെ ഒരു വിഹിതം നികുതി പണമായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടാൽ വെറുതെ നമുക്ക് കൈകെട്ടിയിരിക്കാൻ തോന്നത്തില്ലല്ലോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു രാഷ്ട്രീയപരമായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. ഇന്നലത്തെ ബഡ്ജറ്റ് അവതരണത്തിൽ പ്രധാനമായിട്ടും എനിക്കൊരു വിയോജിപ്പുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സലീം കുമാർ, അന്തരിച്ചുപോയ നമ്മുടെ നടൻ സലീം കുമാറിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയാൻ വേണ്ടി 1 കോടി രൂപ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രഖ്യാപനം വന്നു. ശരിക്കും പറഞ്ഞത് ഈ നിമിഷവും ഞാൻ ആലോചിക്കുന്ന, എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇതിന്റെ ആവശ്യമുണ്ടോ? ഈ 2 ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അയാൾ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു നടനാണ്. ഒരു നല്ല കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ്. അതിനൊരു തർക്കവുമില്ല, സംശയവുമില്ല. പക്ഷേ അയാൾക്ക് വേണ്ടി ഒരു സ്മാരകം പണിയുക, അതിനു വേണ്ടി ഇത്രയും കാശ് മാറ്റി വയ്ക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞ വ്യക്തിപരമായി എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ UDF സർക്കാരിന് നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അറിയാലോ അല്ലേ. പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് പണം തന്നെ. ഈ 1 കോടി രൂപയൊക്കെ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നതിനേക്കാൾ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെന്ന് അറിയാലോ. ഒരു സ്വന്തമായിട്ടൊരു ഭവനം ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്, ഭൂമി ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്. ഇതൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതിനെ വിനിയോഗിക്കാൻ പറ്റും. ഇനി ഒരു സ്മാരകം പണിയണം എന്ന് അത്രയ്ക്കും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ നാടിന് വേണ്ടി ജീവൻ കളഞ്ഞ എത്രയോ പട്ടാളക്കാര്, ധീര ജവാന്മാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഏതെങ്കിലും ഒരു സ്മാരകം നമ്മുടെ നാട്ടിൽ പണിഞ്ഞതായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയോ? എന്റെ അറിവിലില്ല. അങ്ങനെ ഒരു സ്മാരകം പണിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ ഈ ചെയ്യുന്ന കാര്യത്തിനേക്കാൾ ഒരുപക്ഷെ അന്തസ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കും. ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്രയും കാശൊക്കെ മുടക്കി സലീം കുമാർ എന്നൊരു നടന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്മാരകം പണിയുന്നതിനോട് വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.